ഗോപാല ആ ഗോപാല എന്നെ കൂടെ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറക്കൂ. തങ്കേച്ചി എങ്ങോട്ടേക്ക് പോവാ? ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന ദിവസം ഇന്നാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അതിന് ഞങ്ങളും കൂടെ വരില്ലേ? ഞാൻ ആശുപത്രിയിലേക്കൊന്നും അല്ല പോകുന്നേ. അമ്പലത്തിലേക്കാണോ? അതുമല്ലേ, ഞാൻ കളരിക്കലേക്ക് പോവാ. കളരിക്കലേക്കോ? അവിടെ നവീന്റെ പിറന്നാളാ, ഞാനതിന് പങ്കെടുക്കാൻ പോവാ. തങ്കം എന്താ ഈ പറയുന്നേ? നവീന്റെ പിറന്നാളിന് സിത്താരമേട അവിടെ ഉണ്ടാവില്ലേ? അല്ല, നിങ്ങൾ തമ്മിൽ കണ്ട പ്രശ്നമാവൂലേ? പ്രശ്നമാവുകയാണെങ്കിൽ ആവട്ടെ. ഇത്രയും നാൾ ഒളിച്ചും പതുങ്ങിയും ആരോടും ഒന്നും പറയാതെ നടന്നിട്ടുണ്ട്. ചത്തതിനൊപ്പം ജീവിച്ചിട്ടുണ്ട്. ഇനി അത് പറ്റില്ല. എന്റെ മോളെ കല്യാണം കഴിപ്പിച്ച വീടാ അത്. എന്റെ മരുമകന്റെ പിറന്നാളാ ഇന്ന്. എനിക്കതിന് പങ്കെടുത്തേ പറ്റൂ. തങ്കേച്ചി ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഈ സമയം തങ്കേച്ചി എവിടെ ചെന്ന് കേറിയ കൃഷ്ണയുടെ അവസ്ഥ എന്താകും? അതുകൂടി ആലോചിക്കണ്ടേ? തങ്കം, മോളെ വിവാഹം കഴിച്ച വീട്ടിൽ പോകണം, മരുമകനെ കാണണം, ഇതൊക്കെ തോന്നാവുന്ന ആഗ്രഹങ്ങളൊക്കെ തന്നെയാ. എന്ന് കരുതി ഇപ്പൊ തങ്കം അങ്ങോട്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എല്ലാം കൂടി പൊട്ടിത്തെറിച്ചാൽ എന്താവും അറിയില്ല. നിങ്ങൾ എന്നെ വിലക്കണ്ട, ഞാൻ പോകും. പാടില്ല തങ്കേച്ചി. കൃഷ്ണ തങ്കേച്ചി പറയുന്നതൊക്കെ ഇപ്പൊ അനുസരിക്കുന്നില്ലേ? എന്നിട്ടിപ്പൊ അവളെ തോൽപ്പിക്കുന്ന രീതിയില് തങ്കേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു, അത് ശരിയാണോ? സുനന്ദേ, നീയും ഗോപാലനും ഇപ്പൊ ഈ ലോകത്ത് ഞങ്ങൾക്കുള്ള ഒരേ ഒരു ബന്ധുക്കളാ. നിങ്ങള് എനിക്കും കൃഷ്ണയ്ക്കും ചെയ്തു തന്ന കാര്യങ്ങളുടെ വലിപ്പം എത്ര പറഞ്ഞാലും തീരില്ല. വേറെ എന്താണെങ്കിലും നിങ്ങൾ പറയുന്ന ഞാൻ അനുസരിക്കാം. പക്ഷേ ഈ കാര്യത്തില് നിങ്ങൾ രണ്ടുപേരും എന്നെ നിർബന്ധിക്കാൻ പാടില്ല. എനിക്ക് പോണം, അവിടെ ചെന്നിട്ട് അതിൽ പങ്കെടുക്കണം. തങ്കം, എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തനിച്ചു പൊക്കോളാം. ഗോപാലേട്ടാ, തങ്കേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കണ്ട. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും തങ്കേച്ചി കേൾക്കില്ല. പിന്നെ തങ്കേച്ചിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. തങ്കേച്ചി പൊയ്ക്കോ. ഒരു കുഴപ്പമുണ്ടാവില്ല ഗോപാല, ദൈവമുണ്ട് കൂടെ. എന്നാ നമുക്ക് പോകാം. സുനന്ദേ, രാധ, എന്താ മമ്മി? മോളെ, മമ്മി പറയുന്ന അനുസരിക്ക്. മോൾ ഈ വണ്ടിയിൽ തിരിച്ചു പോ. ഞങ്ങൾ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് തിരിച്ചു വരാം. ഈ ഗേറ്റിന്റെ മുന്നിൽ വരെ എത്തിയിട്ട് ഞാൻ തിരിച്ചു പോകുന്ന മമ്മിക്ക് തോന്നുന്നുണ്ടോ? സോറി, നവീന്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കാൻ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പങ്കെടുത്തിട്ടേ പോവും. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ പിടിക്കപ്പെട്ട പിടിക്കപ്പെടില്ല. ആ ഉറപ്പ് ഞാൻ തന്നാ പോരെ. മാഡം, കൃഷ്ണ പ്രസന്റുമായിട്ട് ഇപ്പൊ തിരിച്ചെത്തും. അപ്പൊ എന്താ ചെയ്യാ? അവള് വരുമ്പോ വീടിനകത്തേക്ക് കയറരുതെന്ന് പറയണം. പുറത്തെവിടെങ്കിലും നിന്നിട്ട് അവള് ഫംഗ്ഷൻ കാണട്ടെ. അതായിരുന്നു ഉദ്ദേശമെങ്കില് ആ കുട്ടിയോട് എന്തിനാ പ്രസന്റ് വാങ്ങാൻ പറഞ്ഞ്? അതിനെ അതിന്റെ വീട്ടിലേക്ക് വിടായിരുന്നില്ലേ? അങ്ങനെ വിട്ട അവളിവിടെ തിരിച്ചെത്തില്ലല്ലോ സിനി ചേച്ചി. അവൾ ഇവിടെ എത്തണം. ഞാൻ നവീന്റെ കൂടെ നിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അവള് കാണാൻ വേണം. എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചവളല്ലേ? ഇതല്ല, ഇതിൽ കൂടുതൽ അവൾ അനുഭവിക്കണം. എന്താ, അവൾക്ക് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റാത്തതില് മമ്മിക്ക് വിഷമമുണ്ടോ? നോ. ഇവിടുന്ന് ഗിഫ്റ്റ് വാങ്ങാൻ പോയ ആളെങ്ങനെ മമ്മിയുടെ അടുത്തെത്തി? അത് സുമിത്ര, ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ പോയ അതേ ഷോപ്പിൽ തന്നെ മോളും വന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ ഒരുമിച്ചിങ്ങ് പോന്നു. പക്ഷെ ഇവിടുന്ന് ഇറങ്ങുമ്പോ മോളുടെ ഡ്രസ് ഇതായിരുന്നില്ലല്ലോ. അത് നവീന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് ട്രെൻഡി ആയിക്കോട്ടെ എന്ന് മാഡം പറഞ്ഞതാ. ആ, അതെ.
പിള്ളേർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ടല്ലോ. അതുകൊണ്ട് മോക്കൂടെ ഒരു ഡ്രസ്സ് വാങ്ങി. കൊള്ളാം. സിതാരയുടെ സെലക്ഷൻ നന്നായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഗാഥമോൾ ഇടുന്ന സിമ്പിൾ ഡ്രസ്സില്ലേ, അതിൽ ഗാഥമോളെ കാണാൻ നല്ല ഐശ്വര്യ. അയ്യോ, ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ വീടിന് പുറത്ത് തന്നെ നിർത്തിയല്ലേ. വരൂ, അകത്തേക്ക് വരൂ. വാ മോളെ, വാ. എന്തുപറ്റി? അത് ഗാഥമ്മയുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. ഗാഥമ്മയുടെ അകത്തുണ്ട്. സിത്താരമ്മ ഗാഥമ്മടുത്ത് ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ അനുസരിച്ചില്ല. എങ്കിൽ പിന്നെ എന്നോട് ഇത് വാങ്ങിക്കോളാൻ പറഞ്ഞത് എന്തിനാ? എന്റെ നിവൃത്തികേട് കൊണ്ടാ ഞാൻ ഈ വേഷം കിട്ടിയത്. പക്ഷെ അത് ഗാഥയ്ക്ക് വേണ്ടിയിട്ടല്ലേ? ഞാനിപ്പോ എന്താ പറയാ കൃഷ്ണ? കൃഷ്ണയോട് പുറത്തെവിടെയെങ്കിലും നിൽക്കാനാ സിത്താരമ്മ പറഞ്ഞു. കാര്യം കഴിയുമ്പോ ഞാൻ പടിക്ക് പുറത്താവേണ്ടവളല്ലേ? കുഴപ്പമില്ല ചേച്ചി, ഇതൊക്കെ എന്റെ വിധിയാ. പണക്കാരുടെ തമാശകള് പാവങ്ങള് കണ്ടു നിന്നല്ലേ പറ്റൂ. എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഞാനും ഇവിടെ കൃഷ്ണയുടെ കൂടെ നിൽക്കാം. അതൊന്നും വേണ്ട സിനി ചേച്ചി. അകത്ത് പോയിട്ട് ആഘോഷങ്ങൾ പങ്കെടുത്തോളൂ. ഞാൻ ആരും കാണാതെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിന്നോളാം. കൃഷ്ണ, ചേച്ചി ചെല്ല്. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്കേ സാധാരണ സംഭവം. എത്ര സ്ഥലത്ത് അവഗണിക്കപ്പെട്ടിരിക്കുന്നു.